ശുഭദിനം സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ കുറച്ച് എനിക്ക് സീരിയസ് വഴങ്ങില്ലെങ്കിലും ഇന്ന് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. സംവരണം. ഇന്ന് സംവരണം ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ പക്ഷം. ഞാൻ ഒരു OBC വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. എനിക്ക് സംവരണ സീറ്റുണ്ട്. ഞാൻ +2 സീറ്റ് നേടിയത് ആ സംവരണ സീറ്റിൽ വെച്ചിട്ടാണ് എനിക്ക് +1 +2 ഒരു ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ അതിൻ്റേതായ ആനുകൂല്യങ്ങൾ എല്ലാം അനുഭവിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ല. ഈ ഒരു വിഷയം ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ. അപ്പോൾ അവൾ നീറ്റ് എക്സാം എഴുതുമ്പോൾ ആ കുട്ടി എന്നോട് പറയുകയാണ്, ഞങ്ങൾക്ക് 70 കട്ട് ഓഫ് മാർക്ക്. ഒരു നായർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ 70 കട്ട് ഓഫ് മാർക്ക്. വേറെ ചിലർക്ക് 42, വേറെ ചിലർക്ക് 50. ഇതെന്താ വെള്ളരിക്കാപ്പട്ടണമാണോ? എന്താ അവർക്ക് ബുദ്ധി കുറവ്, ഇവർക്ക് ബുദ്ധി കൂടുതൽ, അങ്ങനെ ദൈവം ജന്മനാ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഒരേ എയിമോട് കൂടിയിട്ട് ഒരേ ലക്ഷ്യത്തോട് കൂടിയിട്ട് എല്ലാവരും പഠിച്ച് വരികയാണ്, പരീക്ഷ എഴുതുകയാണ്. അപ്പോൾ അതിലെന്താണ് പല രീതിയിൽ സംവരണം പോകേണ്ട ആവശ്യം എന്താണ്? അതായത് ഒറ്റ കട്ട് ഓഫ് മാർക്ക് വെക്കണം. അതിൽ ആരും ഒന്നാമത് വരണം, അവന് കൊടുക്കണം ജോലി. അല്ലാതെ എന്തിനാണ് ഒരു വിഭാഗത്തിന് 40, ഒരു വിഭാഗത്തിന് 50, ഒരു വിഭാഗത്തിന് 60, ഒരു വിഭാഗത്തിന് 70? ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് ശരിക്കും അൺഫെയർ ആണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അർഹിക്കുന്നത് അതിലാരാണോ ഒന്നാമത് വന്നത്, അവൻ ഹിന്ദു ആയിക്കോട്ടെ, ആ ഹിന്ദു വിഭാഗത്തിൽ തന്നെ നായരായിക്കോട്ടെ, മേനോനായിക്കോട്ടെ, ബ്രാഹ്മണനായിക്കോട്ടെ, നായരായിക്കോട്ടെ, ഈഴവനായിക്കോട്ടെ, വടകനായിക്കോട്ടെ, തീയായിക്കോട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരും ആയിക്കോട്ടെ, മറ്റു കാസ്റ്റിൽപ്പെട്ട ഇതേപോലെ ഉണ്ടാവാം, എനിക്കറിയില്ല, മുസ്ലിങ്ങളോ ക്രിസ്ത്യൻസോ ആയിക്കോട്ടെ. ആ നീറ്റ് എക്സാം എഴുതിയതിൽ 1ാം റാങ്ക് ആരാണോ വന്നിരിക്കുന്നത്, അർഹനായ വ്യക്തിക്ക് ഈ കാരണം ദൈവം ഇപ്പോൾ നീറ്റ് വരെ ഇവരെ എത്തണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം തലയുള്ളവർ മാത്രമേ പഠിച്ച് അതുവരെ എത്തുള്ളൂ, അല്ലേ? ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തുന്നവരെന്താ, തോറ്റുപോയി പഠിത്തം നിർത്തുന്നവർ അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. അവർക്ക് ദൈവം പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കാത്തതുകൊണ്ടാണ് അവിടെ സ്റ്റോപ്പായത്, അല്ലെങ്കിൽ +2 സ്റ്റോപ്പായത്, അല്ലെങ്കിൽ ഡിഗ്രിയിൽ സ്റ്റോപ്പായത്. സാഹചര്യം ഇല്ലാതെ നിർത്തുന്നവരുണ്ടാവും, അതിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സാഹചര്യം ഉണ്ടായിട്ടും ഈ നീറ്റ് എക്സാം വരെ എത്തിയ ആൾ, അല്ലെങ്കിൽ സാഹചര്യത്തെ അതിജീവിച്ചെത്തിയ ആൾ, ചിലപ്പോൾ ഈ പൈസ ഇല്ലാത്ത വ്യക്തി ചിലപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയായിരിക്കാം, ഈ മേൽക്കാസ്റ്റിൽ വെച്ച വ്യക്തിയായിരിക്കാം. അപ്പോൾ അവർ സാഹചര്യത്തെ പോലും തോൽപ്പിച്ച് പടവെട്ടി അവിടെ വരെ എത്തിയിട്ട് ഈ ഒരു രീതിയിൽ പുറത്തു പോകുന്നത് വളരെ അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ നിയമങ്ങളും മാറണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ നീറ്റ് എക്സാം അത് ഒരുപാട് വിവാദങ്ങളുണ്ടായി. ആ വിവാദങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഞാൻ ആളല്ല. കാരണം അതിനുള്ള വിവരമോ ബുദ്ധിയോ പക്വതയോ ഒന്നും എനിക്കില്ല. കാരണം ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് ഒരു വ്യക്തി സംസാരിച്ച വിഷയത്തെക്കുറിച്ചിട്ട് മാത്രമാണ് അവരത്ര നിരാശയോട് കൂടിയിട്ടും വിഷമത്തോട് കൂടിയിട്ടും എൻ്റെ അടുത്ത് സംസാരിച്ച ഒരു കാര്യമാണ് ഞാനിപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്കറിയില്ലായിരുന്നു ഒരു വിഭാഗത്തിന് 40 കട്ട് ഓഫ് എന്നും ഒരു വിഭാഗത്തിന് 70 കട്ട് ഓഫ് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഷോക്ക്ഡായിപ്പോയി. ഇത് വളരെ അൺഫെയർ ആണ്. ഏത് ജാതിയോ ഏത് മതമോ എന്തോ ആയിക്കോട്ടെ, ഒരു പരീക്ഷ നടത്തുമ്പോൾ ഇനിയെങ്കിലും കാലം മാറി. അപ്പോൾ ആ കാലം മാറിയപ്പോൾ ഇപ്പോൾ താഴെക്കടയിലുള്ളവരൊക്കെ മുന്നോട്ട് വന്നു, ഒരുപാട് പേര് മുന്നോട്ട് വന്നു. പക്ഷേ ഇനിയും ഒരുപാട് പേര് മുന്നോട്ട് വരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പണ്ടത്തെ പോലെയല്ല. ഏതാൾക്കാർക്കും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ളതോ മനസ്സുണ്ടാവുന്ന ഒരാൾക്ക് ഇന്ന് സമ്പാദിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. പുറത്തു പോയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കതിനുള്ള സാഹചര്യം ഇന്നുണ്ട്. അപ്പോൾ അത് മുതലെടുക്കാത്തത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഈ സംവരണം എന്നുള്ളത് എനിക്ക് വളരെ അൺഫെയർ ആയിട്ട് തോന്നി. അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ അത് എനിക്കിതിൽ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വളരെ അൺഫെയർ ആണ്. ആർക്കാണോ 1ാം റാങ്ക് വന്നത് ആ വ്യക്തിക്ക് കൊടുക്കുക. അവർ ഏത് കാസ്റ്റോ ഏത് മതോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ. കാരണം അവരാണ് പഠിച്ചതിൽ എല്ലാവർക്കും ഒരേ കട്ട് ഓഫ് മാർക്ക് വെക്കുക. ആരാണോ മുമ്പിലെത്തിയത് അവർക്ക് കൊടുക്കുക. അർഹതപ്പെട്ടത് ആ വ്യക്തിക്കാണ്. അത് ചിലപ്പോൾ SC പെട്ട ആളായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ജാതിപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ട ആളായിരിക്കാം ഈ ഏറ്റവും കൂടുതൽ 1ാം റാങ്ക് മേടിച്ച വ്യക്തി. അതാരാണെങ്കിലും, അതിനിപ്പോൾ നായരാണെങ്കിൽ നായർ, അല്ലെങ്കിൽ ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണൻ, അവർ മേൽജാതിയാണ് പറഞ്ഞിട്ട് അവർ പുറകിലേക്ക് പോകണം, ഒരിക്കലുമില്ല. അതിൻ്റെ ആവശ്യമില്ല.
മനസ്സിലായില്ലേ? അപ്പോൾ ആർക്കാണോ ഒന്നാം റാങ്ക് കിട്ടിയത് അവർക്ക് ഇനി തൊട്ട് ഒന്നാം റാങ്ക് കൊടുക്കുക. ഇത്തരം സംവരണങ്ങൾ എടുത്തു കളയണം എന്നാണ് ഇനി എൻ്റെ ഒരു അഭിപ്രായം. കാരണം കാലഘട്ടം മാറി, അതിനനുസരിച്ചിട്ട് നിയമങ്ങൾ മാറട്ടെ. ഇത് അത്തരം ഒരു ഇതിൻ്റെ തുടക്കമായാൽ ഞാൻ വളരെയധികം സന്തോഷിക്കും. ഈ പറയുന്ന ഞാൻ ഈ സംവരണം എല്ലാം അനുഭവിക്കുന്ന ആളാട്ടോ. എനിക്കത് വേണ്ട, മീൻസ് എനിക്കത് വേണ്ടാന്ന് ഞാൻ തീരുമാനിക്കാൻ കാരണം അർഹതപ്പെട്ടവർക്ക് കിട്ടണം, അർഹതപ്പെട്ടവർ മുന്നോട്ട് വരണം. ആ ഒന്നാം റാങ്ക് എല്ലാവർക്കും ഒരേ കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ട് ആരാണോ ഒന്നാമതെത്തുന്നത് അവർക്കാണ് അർഹത. താങ്ക് യു.